നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. CPM-ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കോട്ടയാണ് കണ്ണൂർ എന്നാണ് പറയപ്പെടുന്നത്. ബംഗാളിലും ത്രിപുരയിലും പാർട്ടി ശക്തമായിരുന്ന കാലത്തും ഈ സ്ഥാനം കണ്ണൂരിന് നഷ്ടപ്പെട്ടിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ പിണറായിയിലെ പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റുകാർ ഒത്തുകൂടിയതെന്നാണ് ചരിത്രം. കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും കാവുമ്പായുടെയും മുനയൻകുന്നിൻ്റെയും കൂത്തുപറമ്പിൻ്റെയും സ്മരണകളിരുമ്പുന്ന കണ്ണൂർ കോട്ട ഇതുവരെ ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് CPM അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് വെറും മേനിപറച്ചിൽ മാത്രമെന്നാണ് എതിരാളികളുടെ ഭാഷ്യം. ഇതിനടിസ്ഥാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളാണ്. പഞ്ചായത്തുകളിലും അസംബ്ലികളിലും CPM-ന് വോട്ടുകൾ കൊയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ അതിന് കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം. അത് കേന്ദ്രത്തിൽ BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതാണെന്ന് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നെങ്കിലും അതല്ല സത്യം. CPM-ന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആയിരുന്ന കാലത്തും ഇതുതന്നെയായിരുന്നു സ്ഥിതി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: കണ്ണൂർ ജനതയുടെ വോട്ടുകൾ ആർക്കും വില കൊടുക്കാനോ അത് ആർക്കെങ്കിലും ടെൻഡർ നൽകുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഒന്നും രണ്ടും മലയോര മണ്ഡലങ്ങൾ ഒഴിച്ച് മറ്റുള്ളവയെല്ലാം CPM-നായിരുന്നു ലഭിക്കാറ്. ജയിക്കുന്നിടത്തെല്ലാം വൻ ഭൂരിപക്ഷവുമായിരുന്നു ലഭിക്കാറ്. കണ്ണൂർ ഗ്രാമങ്ങൾ ചുവന്നിരിക്കുമ്പോഴും കണ്ണൂർ നഗരം ഒരിക്കലും ഒരു കക്ഷിയുടെ കൂടെ മാത്രം നിന്നിട്ടില്ല. ഇരു കക്ഷികളെയും കണ്ണൂർ അസംബ്ലി മണ്ഡലം പലപ്പോഴും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കണ്ണൂരെന്നും CPM-നെന്നും ഉർവര ഭൂമിയായിരുന്നു. എന്നാൽ ഇവിടെയായിരുന്നു CPM-ൽ അസംതൃപ്തർ ഏറെ ഉണ്ടായിട്ടുള്ളത്. അത് പാർട്ടിക്കൂറിൻ്റെ തീവ്രത കൊണ്ട് മാത്രമാണെന്നേ വിലയിരുത്താനാവൂ. കാരണം എത്രമേൽ അസ്വസ്ഥതകളും അസംതൃപ്തികളും ഉണ്ടായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും പാർട്ടിക്ക് പിന്നിൽ ഒത്തുകൂടാറാണ് പതിവ്. എന്നാൽ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിന് ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അളക്കാൻ. LDF തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഇക്കുറി UDF കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുന്നു. ഒപ്പം ശക്തമായ മത്സര സാന്നിധ്യമായി NDAയും കൂടെയുണ്ട്. മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട KK ശൈലജ പേരാവൂരിലാണ് ഇക്കുറി മത്സരിക്കുന്നത്. മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് സ്ഥാനാർത്ഥി. ഇത് മട്ടന്നൂർ മണ്ഡലത്തിൽ പരക്കെ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ ശൈലജ ടീച്ചർ 60,000-ന് മേൽ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ ജയിച്ചത്. താങ്കൾ ഇത്രയും സ്നേഹിച്ച ടീച്ചറെ തങ്ങളിൽ നിന്നും അകറ്റിയതിൽ അണികളും അനുഭാവികളും കടുത്ത പ്രതിഷേധത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഈ നിശബ്ദ പ്രതിഷേധം വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് എതിരാളികളുടെ കണക്കുകൂട്ടൽ. അത് സനോജിനെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. സനോജ് ഇവിടെ പരാജയപ്പെടുമെന്ന് ആരും കരുതുന്നില്ല. എങ്കിലും ഗണ്യമായ തോതിൽ ഭൂരിപക്ഷം കുറയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഭൂരിപക്ഷം 25,000-ൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കുമെന്നാണ് UDF കരുതുന്നത്. അതിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് UDF തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശൈലജ ടീച്ചർ നേരെ എത്തുന്നത് പേരാവൂരിലേക്കാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ടീച്ചറെ ഇങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നതെന്നാണ് പാർട്ടി ഭാഷ്യം. സണ്ണി ജോസഫിനെ അല്ല, മറിച്ച് ടീച്ചറെ തോൽപ്പിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നാണ് എതിരാളികൾ പറയുന്നത്. കാരണം ശൈലജ ടീച്ചർ മുൻപ് ഇവിടെ സണ്ണി ജോസഫിനോട് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറിനെയും ഇവിടെ സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ്. ടേം വ്യവസ്ഥയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു പലർക്കുമില്ലാത്ത ടേം വ്യവസ്ഥ ഷംസീറിന് മേൽ നടപ്പാക്കിയതിന് പിന്നിൽ ചില ദുരുദ്ദേശങ്ങളുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ സംശയിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രിയായ റിയാസിന് മുകളിൽ ഒരു മുസ്ലിം നേതാവ് വളരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കത്തിവയ്പ് എന്നാണ് ചിലരെങ്കിലും കരുതുന്നത്. ഇതിൻ്റെ പേരിൽ തലശ്ശേരിയിലെ പാർട്ടിയിൽ ഏറെ അസംതൃപ്തരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അഴീക്കോട് മണ്ഡലം ഒരിക്കലും ഒരു മുന്നണിയുടെ മാത്രം കുത്തകയായിട്ടില്ല. പക്ഷേ സിറ്റിംഗ് MLA A സുമോദിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞാലും സുമോദ് തന്നെ ഇവിടെ ജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടത്ത് പഴയ പിന്തുണ അദ്ദേഹത്തിനില്ലെന്നാണ് എതിരാളികൾ കരുതുന്നത്. ഉദാഹരണമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർ ചൂണ്ടിക്കാട്ടുന്നു. പിണറായി വിജയൻ പരാജയപ്പെടാറില്ലെങ്കിലും ഭൂരിപക്ഷം കുറയാനിടയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കണ്ണൂർ സീറ്റ് ഇത്തവണ പിടിച്ചെടുക്കാമെന്നാണ് UDF കരുതുന്നത്. അതാണ് ആ സീറ്റിൽ മത്സരിക്കുമെന്ന് MP-യായ K സുധാകരൻ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇരിക്കൂറിൽ സജീവ് ജോസഫ് മണ്ഡലം നിലനിർത്തുമെന്ന് ചില സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ കോൺഗ്രസിന് അത് ആത്മവിശ്വാസം നൽകുന്നു. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് അവിടുത്തെ CPM-ൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. PK ശ്യാമളയ്ക്കെതിരെയുള്ള നെഗറ്റീവ് വോട്ടുകൾ മറുകണ്ഠം ചാടുമോ? അത് ശ്യാമളയെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കല്യാശ്ശേരിയിൽ വിജിൻ സ്വന്തം പിന്തുണ നിലനിർത്തുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ പൊട്ടിത്തെറികൾ എങ്ങനെ ബാധിക്കുമെന്ന് തിരിച്ചറിയാൻ സമയമായിട്ടില്ല. CPM കോട്ടയായ പയ്യന്നൂരിൽ TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്.
പക്ഷേ പാർട്ടി ഫണ്ട് വിവാദവും കുഞ്ഞുകൃഷ്ണൻ എഫക്റ്റും CPM-നെ ബാധിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. CPM-നെതിരെ ഒരിളം കാറ്റ് കണ്ണൂരിൽ വീശുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കണ്ണൂർ സീറ്റ് UDF-ന് പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ ഇപ്പോഴും കോട്ട പൊട്ടിക്കാൻ UDF-ന് കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.